തിരുവോണത്തിന് നാടായ തൃക്കാക്കരയിൽ ഓണത്തെ ആഘോഷത്തോടെയാണ് എതിരേറ്റത്. കേരളത്തിലെ ഏക വാമനമൂർത്തി ക്ഷേത്രമായ തൃക്കാക്കര മഹാക്ഷേത്രത്തിൽ രാവിലെ മുതൽ ഭക്തജന തിരക്ക് തുടങ്ങി. മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങോടെയാണ് പ്രധാന ചടങ്ങുകൾ ആരംഭിച്ചത്. ഇപ്പോഴും തിരക്ക് തുടരുകയാണ്. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, വലിയ ആഘോഷമാണ് തൃക്കാക്കരയിൽ. അതിന് ഐശ്വര്യത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും ഒക്കെ ഒരുപാട് ചരിത്രമുള്ള ആഘോഷവുമാണ്. എന്തൊക്കെയാണ് പ്രത്യേകതകൾ? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം തൃക്കാക്കര എന്ന് അറിയപ്പെടുന്നത് തന്നെ തിരുവോണത്തിൻ്റെ നാട് എന്ന പേരിൽ തന്നെയാണ്. തൃക്കാക്കര പിന്നീട് തൃക്കാക്കരയായി മാറും. അങ്ങനെ ഐതിഹ്യവും കഥകളും എല്ലാമായിട്ട് ഒരുപാട് കെട്ടിപിണഞ്ഞതാണ് തിരുവോണം. ഏറ്റവും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുക, വലിയ രീതിയിലേക്ക് അത് ഒരു വലിയ ആഘോഷമായിട്ട് തന്നെ ഏറ്റെടുക്കുക, ഇതെല്ലാം തന്നെ ജനകീയോത്സവമായിട്ടെല്ലാം തന്നെ നടക്കുന്നത് തൃക്കാക്കരയിലാണ്. അതിലൊരു സംശയവും വേണ്ട. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരിടമെന്ന് പറയുന്നത് തൃക്കാക്കര മഹാക്ഷേത്രം തന്നെയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങെന്ന് പറയുന്നത് വാമനൻ മഹാബലിയെ എതിരേൽക്കുക എന്ന സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ആ ഒരു പ്രതീകാത്മക ചടങ്ങ് തന്നെയാണ്. ഇന്ന് രാവിലെയാണ് ആ ചടങ്ങ് നടന്നത്. വലിയ രീതിയിലുള്ള ആർപ്പുവിളികളും ആവേശത്തോടു കൂടി ആ മഹാബലി എതിരേൽക്കുന്ന ആ ഒരു ചടങ്ങ് നടന്നു. നമുക്കിപ്പോഴും ഈ ക്ഷേത്ര പരിസരവും എല്ലാം തന്നെ ഭക്തജനങ്ങളെ കൊണ്ട്, ഇവിടേക്ക് എത്തുന്ന വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീബലി നടക്കുകയാണ്. നേരത്തെ ഇവിടെയുള്ള ആ മഹാബലി എതിരേൽക്കുക എന്ന ചടങ്ങിന് ശേഷം വലിയ രീതിയിൽ തന്നെ ഇവിടെ ആഘോഷങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ നടക്കുന്ന ശ്രീബലിയാണ്. ശ്രീബലി നമുക്ക് കാണാനായിട്ട് കഴിയും. നിരവധി ഗജവിജന്മാരുടെ അകമ്പടിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ് അടക്കമുള്ള കാര്യങ്ങളിവിടെ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് തൃക്കാക്കരയിലെ തിരുവോണ സദ്യയാണ്. തിരുവോണ സദ്യയിൽ പങ്കെടുക്കാൻ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒട്ടനവധി പേരാണ് ഇവിടേക്ക് എത്തിച്ചേരുക. 20,000-ഓളം പേർക്കെങ്കിലും സദ്യ നൽകും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വേണ്ട നീണ്ട തയ്യാറെടുപ്പും കാര്യങ്ങളും എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. 10:30-ക്ക് ഇവിടെ തിരുവോണ സദ്യ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷം ഏതാണ്ട് ഉച്ച കഴിയുന്നതുവരെ ഈ സദ്യ അതിൽ തുടർന്നുകൊണ്ടേയിരിക്കും. നിരവധി പേർ ഇവിടേക്ക് വരും. തൃക്കാക്കരയിലും പരിസരത്തുമുള്ളവരുടെ ഒരു തിരുവോണ സദ്യ എന്ന് പറയുന്നത് മഹാക്ഷേത്രത്തോട് ചേർന്നുള്ള ഈ തിരുവോണ ദിവസത്തെ സദ്യയാണ്. അതുമാത്രവുമല്ല, അത്തം മുതൽ തുടങ്ങിയ ഈ ആഘോഷ പരിപാടികൾക്ക് ഇന്ന് പകത്തോടത്തോടുകൂടി അടക്കമുള്ള ഒരു പരിസമാപ്തിയിലേക്കെല്ലാം തന്നെ നീങ്ങുകയും ചെയ്യും. വലിയ തിരക്ക് രാവിലെ മുതൽ തുടങ്ങിയ ആ ഒരു തിരക്ക് ഇപ്പോഴും തന്നെ തുടരുകയാണ്. രഞ്ജിത്ത്, തൃക്കാക്കരയിൽ ഒരുപാട് പ്രാധാന്യത്തോടെ തിരുവോണ ദിവസം മഹാബലി എതിരേൽക്കുന്ന ചടങ്ങടക്കം നടക്കുകയാണ്. നിരവധി ഭക്തജനങ്ങൾ അവിടെ എത്തി ഈ ചടങ്ങുകളുടെ ഭാഗമാകുന്ന കാഴ്ചയും നമുക്ക് കാണാം. ഡാനി പോളാണ് തിരുവോണ ദിവസം അവിടെ നിന്ന് ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ശബരിമല സന്നിധാനത്ത് തിരുവോണ പുലരിയെ വരവേറ്റ് ഭക്തർ. കൊടിമര ചുവട്ടിൽ അത്തപ്പൂക്കളം ഒരുക്കി വിപുലമായാണ് സന്നിധാനത്തെ ഓണാഘോഷം. ഭക്തർക്ക് തിരുവോണ സദ്യയും ഒരുക്കിയിട്ടുണ്ട്. 13,327 ഭക്തർ ഉത്രാടം നാളിൽ, അതായത് ഇന്നലെ, ദർശനം നടത്തി.